സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. നാലാമത്തെ ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി ബാലഗോപാൽ തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പകുതി പോലും പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എന്താണ് സർക്കാർ കരുതിയിരിക്കുന്നത് എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. എന്നാൽ നിലവിലുള്ള തുക പോലും നൽകാനായി 6 മാസമായിട്ടും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ ഇന്ധന സെസ് 2 രൂപ കൂട്ടാനുള്ള കാരണമായി പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. എന്നാൽ ഇതിനായി പണം പിരിച്ചെങ്കിലും സർക്കാരിന് അത് നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നിലവിൽ നൽകാനുള്ള തുക തന്നെ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ ബജറ്റിനെ പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാനം നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. ഒപ്പം അധിക വരുമാനം കണ്ടെത്താൻ എന്താണ് സർക്കാരിന് മുന്നിലുള്ള മാർഗമെന്നും ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക തുക ഇനിയും നൽകാൻ ബാക്കിയുണ്ട്. ഇത് കൊടുത്തു തീർക്കാനുള്ള സാമ്പത്തികവും സർക്കാരിന് നിലവിലില്ല. എങ്കിലും ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകളുടെ കാര്യത്തിൽ അനുകൂല പ്രഖ്യാപനം എന്നിരുന്നാൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. മെഡിക്കൽ രംഗത്തുൾപ്പെടെ വരുമാനം വർദ്ധിപ്പിക്കാവുന്ന പുതിയ മേഖലകൾ കണ്ടെത്തുകയോ നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ചോ ഫീസുകൾ കൂട്ടിയോ മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ധനമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന GSTയിലെ പിരിവ് കാര്യക്ഷമമായി നടക്കുന്നില്ല. അത് കാര്യക്ഷമമാക്കാനുള്ള പദ്ധതികൾ ഉണ്ടായേക്കാം. ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പകരമായി സ്വകാര്യ മേഖലയെ ആകർഷിക്കുന്ന നിക്ഷേപം നൽകാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണെങ്കിലും നിലവിൽ 6 മാസത്തെ കുടിശ്ശികയുള്ളതിനാൽ ധനവകുപ്പ് ഇതിനോട് ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയെങ്കിലും നൽകാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപയോ 20 രൂപയോ വർദ്ധിപ്പിച്ചേക്കാം. നെല്ലിന്റെയും തേങ്ങയുടെയും താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കർഷക അനുകൂല പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിലുണ്ടായ മാന്ദ്യം മറികടക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രഖ്യാപനത്തിലും സാധ്യത കാണുന്നുണ്ട്. വിലക്കയറ്റം, നികുതി വരുമാനത്തിലെ ഇടിവ്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ കുറഞ്ഞ തോതിലെങ്കിലും ബജറ്റിൽ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ഇന്ധന സെസ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനും സാധ്യത വളരെ കുറവാണ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച നിരവധി നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായവ നടപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം. ഇന്ന് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. നാളെ മുതൽ 11-ാം തീയതി വരെ നിയമസഭ ചേരില്ല. 12 മുതൽ 15 വരെയാണ് ബജറ്റിന്റെ ചർച്ച. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയിലും മുകളിലാണെന്ന ആശ്വാസത്തിലാണ് സർക്കാർ. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ പലതും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. എങ്കിലും സർക്കാർ വലിയ പ്രതിസന്ധിയിലല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് പദ്ധതികൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഭൂമിയുടെ ന്യായവില കൂടിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ തളർത്തിയെന്ന വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ കൈവെക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഭൂനികുതി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ മദ്യത്തിന്റെ സെസ് കൂട്ടിയതുകൊണ്ട് തന്നെ ഈ വർഷം അത് കൂട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്ധന മദ്യ സെസ് മാതൃകയിൽ മറ്റ് വരുമാന സ്രോതസ്സുകളിലും സെസ് ഏർപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്.
എന്തു തന്നെയായാലും LDF സർക്കാരിന്റെ രാഷ്ട്രീയം കൂടി കണക്കിലെടുത്തുള്ള ഒരു ബജറ്റായിരിക്കും ഇന്ന് മന്ത്രിസഭയിൽ അവതരിപ്പിക്കാൻ സാധ്യത. എന്തായാലും ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത് സാമൂഹിക സേവന രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള ഒരു ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും വലിയ പുരോഗതി ഉണ്ടാകുന്ന, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന, കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റാണ് കേരളത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക സമീപനമല്ല കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തോടെ വലിയ തോതിലുള്ള വിവേചനം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ വലിയ പദ്ധതികൾ വന്നില്ല. എന്നാൽ അതുമാത്രമല്ല, പൊതുവിൽ നിക്ഷേപം വളരെ കുറഞ്ഞ, ഇപ്പോഴത്തെ മാന്ദ്യം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ മാന്ദ്യവിരുദ്ധ പാക്കേജിന് പണം മാറ്റിവെക്കാത്ത, തൊഴിലില്ലായ്മയൊക്കെ മാറ്റുന്നതിനുള്ള പദ്ധതികളൊന്നും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ് കേന്ദ്രത്തിൽ വന്നതെന്നൊരു പ്രശ്നമുണ്ട്. അത് സംസ്ഥാനങ്ങളെയും ബാധിക്കും. പക്ഷേ കൂടുതൽ നിക്ഷേപം വരേണ്ട, നമ്മുടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് എല്ലാ നേതൃത്വവും കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതിന് സഹായകരമായ പദ്ധതികൾ ജനങ്ങളെ ആകെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെയും എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുന്ന ബഡ്ജറ്റാവണം ഉണ്ടാവേണ്ടത്. നാട്ടിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തുടരാനും നമ്മുടെ സാമൂഹിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ തുടരാനും കഴിയുന്ന പദ്ധതികൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കേരളത്തിന് ആവശ്യമായ വരുമാനവും തൊഴിലും ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ, വിവിധ മേഖലയിൽ തൊഴിലുണ്ടാക്കുന്ന പദ്ധതികൾ എല്ലാം കൂടി ചേർന്ന ഒരു ബഡ്ജറ്റായിരിക്കും കേരളം മുന്നോട്ട് വെക്കുന്നത്.